ഹായ് എവ്രിവൺ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു കിഡിലൻ പെപ്പർ ചിക്കൻ റെസിപ്പി ആയിട്ടാണ്. അപ്പൊ നമുക്ക് ഇതെങ്ങനെയാ തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ ചിക്കൻ ആണ്. ഇനി ഇത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് ഒരു 20-30 മിനിറ്റ് വെക്കണം. അപ്പൊ ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുവാണ്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. കുറച്ച് തരിതരിയായിട്ട് വേണം കുരുമുളക് ഗ്രൈൻഡ് ചെയ്യാൻ. നമുക്ക് മൊത്തത്തിൽ ഈ റെസിപ്പിയിൽ ഒരു 2.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 2 ടീസ്പൂൺ ചെറുനാരങ്ങയുടെ നീരാണ്. ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ചിക്കൻ ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് മുറിച്ചിരിക്കുന്നത്. പെപ്പർ ചിക്കൻ ഇതേപോലെ കുറച്ച് ചെറിയ ചെറിയ പീസസ് ആയിട്ട് മുറിക്കുന്നതാണ് നല്ലത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് മാറ്റി വെക്കാം. അധികം നേരമൊന്നും റെസ്റ്റിന് വെക്കണ്ട. നമ്മൾ സവാളയൊക്കെ അരിഞ്ഞ് ഒന്ന് വഴറ്റിയെടുക്കുന്ന സമയം മാത്രം വെച്ചാൽ മതി. ഒരു കടായി ചൂടാക്കാൻ വെക്കാം. ചൂടായതിനു ശേഷം അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. ഇത് വെളിച്ചെണ്ണ തന്നെയാണ്. ഇവിടെ തണുപ്പായത് കൊണ്ടാണ് കട്ട ഒടിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ തന്നെ വേണമെന്നില്ല, വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓയിൽ ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു ചെറിയ പീസ് പട്ട, 4 ഗ്രാമ്പു, 1 ടീസ്പൂൺ പെരുംജീരകം, ടീസ്പൂൺ ആണ്, ടേബിൾ സ്പൂൺ അല്ല, പിന്നെ 2 ഡ്രൈ ചില്ലീസും ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ. എന്നിട്ട് 1 മിനിറ്റ് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ഇതിന്റെ റോ സ്മെൽ പോകുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് 2 വലിയ സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളകും 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വഴറ്റാൻ. പെപ്പർ ചിക്കന് സവാള ഇങ്ങനെ ചെറുതായി അരിഞ്ഞ് ചേർക്കുമ്പോഴാണ് ടേസ്റ്റ്. അപ്പോഴേ മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിലേക്ക് പിരണ്ട് കിട്ടുള്ളൂ. ഇപ്പൊ നമ്മുടെ സവാള എല്ലാം നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ലോ ആക്കിയിട്ട് സ്പൈസസ് ഒക്കെ ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂൺ ആണ്, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല. പൊടികളുടെ മെഷർമെന്റ്സ് ഒക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി ഫ്ലെയിം ഒരു ലോ ടു മീഡിയം ആക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുവാണ്. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പൊ പൊടികളുടെ പച്ചമണം മാറിയിട്ടുണ്ട്. നല്ല ഡാർക്ക് കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർക്കാം. അധികം പുളിയില്ലാത്ത തക്കാളി വേണം എടുക്കാൻ. ഇപ്പൊ തക്കാളി എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കാം. നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. മസാലയൊക്കെ ചിക്കനിലേക്ക് നന്നായിട്ട് കോട്ടാവുന്ന രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്യാം. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ചിക്കനെയും തന്നെ ആവശ്യത്തിന് വെള്ളം വരും. ചിക്കന്റെ ആ ഗ്രേവിയിൽ തന്നെ കുക്ക് ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ഇടയ്ക്കൊന്ന് വേണമെങ്കിൽ ഇളക്കി കൊടുത്താൽ മതി. ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് തുറന്നു നോക്കാം. കണ്ടോ, ചിക്കനിൽ നിന്ന് തന്നെ അത്യാവശ്യം നല്ല വെള്ളം വന്നിട്ടുണ്ട്. ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് വെന്തിട്ടുണ്ട്. നിങ്ങൾക്കിത് വെന്തിട്ടില്ലെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചു നേരം കൂടെ അടച്ചു വെച്ച് വേവിച്ചാൽ മതി. ഇനി തുറന്നു വെച്ചിട്ട് നമുക്ക് ഈ ഗ്രേവി ഒക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഞാനിന്ന് ഡ്രൈ വേർഷൻ ആണ് ചെയ്യുന്നത്. അപ്പൊ ഗ്രേവിയൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറി ലീവ്സും മല്ലിയിലയും ഞാൻ ചേർക്കുവാണ്. ലാസ്റ്റ് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. അപ്പോഴാണ് നമ്മുടെ പെപ്പർ ചിക്കന് കുറച്ചുകൂടെ പെപ്പർ ഫ്ലേവർ കിട്ടുക. നിങ്ങളുടെ എരിവിനനുസരിച്ച് കുരുമുളകിന് മാറ്റം വരുത്താം. നമ്മൾ മൊത്തത്തിൽ ഈ കറിയിൽ ഒരു 2.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. നന്നായിട്ട് ഒന്നുകൂടെ ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പൊ നമ്മുടെ സ്പൈസി പെപ്പർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എപ്പോഴും കറി വെക്കാതെ ഇടയ്ക്കൊന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. ഇത് ചോറിന്റെ കൂടെയും നല്ല കോമ്പിനേഷൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. കൂടെ ഇത് ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പൊ അടുത്ത നല്ലൊരു കിടിലൻ റെസിപ്പി ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ.